യെസ്, എന്തായാലും നേതാക്കൾ തികഞ്ഞ പ്രതീക്ഷയിലാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാ ഈ സമ്മേളന വേദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കും. ഏതാണ്ട് നരേന്ദ്രമോദി എത്തേണ്ട സമയം ആയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തുകയും ചെയ്യുമെന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ. അവിടുത്തെ മറ്റ് സമയക്രമീകരണങ്ങൾ, അതിൽ എന്തൊക്കെയാണ് പുതുതായി ചേർക്കാൻ പറ്റുക? അഭിലാഷ്, ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണികൾ ഇപ്പോൾ ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം BJP-യുമായി ചേർന്ന ഈ 2020-യുടെ അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരാണ് ഈ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നവർ. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു 2020-യുമായിട്ടുള്ള BJP-യുടെ ഒരു അലയൻസ്? നല്ല സന്തോഷം തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നു. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെ അത് പ്രതിഫലിക്കുന്നു? തീർച്ചയായിട്ടും BJP-ക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെയാണ് അപ്പോൾ പ്രതികരണങ്ങളിലടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വലിയൊരു രാഷ്ട്രീയ നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം 2020-യുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും തനിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ കൂടെ ചേരുമ്പോൾ അതിന് സാധ്യത കൂടുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് പ്രതിഫലം ഉണ്ടാവുമോ? നിയമസഭാ ഇലക്ഷൻ നമ്മൾ ഇനി ഭാവി കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് മറക്കി പറയും. ഇന്നത്തെ വലമ്പം പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് കാത്തിരുന്ന് കാണാം. സാരംഗ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു 2020 അടക്കം NDAയുടെ ഭാഗമായിട്ടുള്ളത്. അങ്ങനെ സഖ്യകക്ഷികളായിട്ടുള്ളവർക്ക് കൂടി വലിയ പരിഗണന നൽകിക്കൊണ്ട് ആണ് ഇപ്പോൾ വേദികളിൽ അടക്കം അല്ലെങ്കിൽ ഈ സദസ്സിലൊക്കെയുള്ള ക്രമീകരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാരംഗ്, വലിയ തോതിലുള്ള ജനസഞ്ചയം ഇപ്പോൾ അവിടെയുണ്ട്. അവരെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. അതിൽ തന്നെ ഔദ്യോഗികമായൊരു ചടങ്ങ് എന്നത് ഈ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആണ്. ഒപ്പം പ്രവർത്തകരെ അടക്കം അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പുത്തരിക്കണ്ട മൈതാനത്ത് വ്യത്യസ്തമായ ചടങ്ങുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ആ ഒരു ആവേശം എത്രത്തോളമുണ്ട്? അഭിലാഷ്, ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ നിറഞ്ഞിരിക്കാൻ, അതായത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചടങ്ങ് 10 മണിയോട് കൂടിയാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ക്രമീകരണങ്ങളോട് ഒരുക്കിയിരുന്നു. ഒരു പൊതുപരിപാടിയിൽ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന പോലെ പ്രവർത്തകർക്ക് അത്ര എളുപ്പത്തിൽ കയറാൻ പറ്റില്ല. കാരണം പ്രധാനമന്ത്രി എത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പാസുകളും മറ്റും നിർബന്ധമായും ഉള്ളവർക്ക് മാത്രമാണ് അകത്തേക്ക് കയറാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പല ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കാണികൾക്ക് 2 ഭാഗങ്ങളിലും സ്റ്റേജുകളിൽ ക്രമീകരിച്ചിരുന്നത്. അതിൽ പല ഭാഗങ്ങളിലും ഈ ഒരു പ്രധാന ഒരു ആകർഷണം അല്ലെങ്കിൽ പ്രവർത്തകരടക്കം ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പന്റെ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ അതായത് ആഹ്ലാദ പ്രകടനം അടക്കം നടത്തുന്നത്. അത് ഒരു രാഷ്ട്രീയ നിലപാടടക്കമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. മോദിജിയുടെ ഒപ്പം തന്നെ, അതായത് നരേന്ദ്രമോദിയുടെ ഒപ്പം തന്നെ അയ്യപ്പനെയും അവർ ഉയർത്തി കാണിക്കുന്നു. ആ ഒരു വിശ്വാസ സംരക്ഷണം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ആ ഒരു ആഹ്ലാദ പ്രകടനം അടക്കം നടക്കുന്നത്. പല ഭാഗങ്ങളിലും സീറ്റുകൾ കൃത്യമായി ഒഴിഞ്ഞു കിടക്കുന്നത് ആ ഭാഗങ്ങളിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തകരുടേക്ക് എത്താൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണം, അതായത് മുൻഭാഗങ്ങളിലാണ് തിരക്ക് കൂടുതൽ. കാരണം സുരക്ഷാ കാര്യങ്ങളടക്കം കൃത്യമായി പരിശോധിച്ച ശേഷമാണ് പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിടുന്നതടക്കം പല മേഖലകളായി തിരിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൊടിതോരണങ്ങളടക്കം ഇത്തരത്തിൽ ആവേശപൂർവ്വം ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. അഭിലാഷ്, സാരംഗാണ് ഈ ചടങ്ങ് നടക്കുന്ന വേദിയിൽ നിന്ന് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വലിയ തോതിലുള്ള ജനസഞ്ചയം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഡാൻ വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പിന്നീട് എങ്ങനെയാണ്, എവിടെ നിന്നാണ് റോഡ് ഷോ എത്തുന്നത്? ആ റോഡ് ഷോ വരെയുള്ള ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ്, ക്രമീകരണങ്ങൾ? അഭിലാഷ്, അല്പസമയം മുമ്പാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലെത്തും. അവിടെ വെച്ച് സ്റ്റേറ്റിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാകും അദ്ദേഹം പുറത്തേക്ക് വരിക. മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നിന്ന് ചാക്ക ജനറൽ ആശുപത്രി റോഡ് വഴിയായിരിക്കും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം യാത്ര ചെയ്യുക. അല്പം സമയത്തിനകം ഈ വഴിയെ എല്ലാമുള്ള ഗതാഗതം പൂർണ്ണമായി തന്നെ നിരോധിക്കും. പിന്നീട് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുത്തരിക്കണ്ട മൈതാനത്ത് എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ സുഗമമായ രീതിയിൽ ഗതാഗതം നിയന്ത്രണത്തോടെ അനുവദിക്കുകയുള്ളൂ. എന്തായാലും ഓവർ ബ്രിഡ്ജിന് സമീപത്തു നിന്നായിരിക്കും ഈ റോഡ് ഷോ ആരംഭിക്കുക. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ ആരംഭിക്കുക. ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം സംസ്ഥാന നേതാക്കൾ അടക്കം ഈ റോഡ് ഷോയുടെ ഭാഗമാകും. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സജ്ജമായിരിക്കുന്നു. റോഡിന് ഇരുവശത്തും പ്രധാനമന്ത്രി കാണുന്നതിന് വേണ്ടി എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും നഗരഹൃദയത്തിൽ അടക്കം ബാരിക്കേഡുകൾ തീർത്ത് പ്രവർത്തകർക്കും അതോടൊപ്പം പൊതുജനങ്ങൾക്കും അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യം സജ്ജമാക്കിയിട്ടുണ്ട്. മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ ഈ ചടങ്ങിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം സർക്കാർ പരിപാടിയും അതോടൊപ്പം തന്നെ ഒരു പൊതു രാഷ്ട്രീയ പരിപാടിയും ഒരേ വേദിയിൽ വെച്ച് തന്നെ നടക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അങ്ങനെ റെയിൽവേയുമായി ബന്ധപ്പെട്ട പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ ആലോചന. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ അനുമതി റെയിൽവേ തേടിയെങ്കിലും അങ്ങനെ ഒരു അനുമതി നൽകാൻ അവർ തയ്യാറായില്ല. അതിന് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട പരിശീലനമടക്കം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതിനാൽ ഈ സ്റ്റേഡിയം അനുവദിക്കാനാവില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. പിന്നീടാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ രണ്ട് പരിപാടികളും രണ്ട് വേദികൾ വെച്ച് നടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പുത്തരിക്കണ്ടം മൈതാനം ഉൾക്കൊള്ളുന്ന 2 കിലോമീറ്റർ പരിസരം ടെമ്പററി റെഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവർക്ക് കർശനമായ നിരോധനമുണ്ട്. ഈ 2 കിലോമീറ്റർ പരിധിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ പരിശോധനകൾ SPGയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നുമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളം കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനം എന്തൊക്കെയാകും എന്നറിയാനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് CPM-നും കോൺഗ്രസിനും വലിയ വെല്ലുവിളിയായിക്കൊണ്ട് BJP മുമ്പോട്ട് വെക്കാൻ പോകുന്ന വികസന അജണ്ട എന്തായിരിക്കും? തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 വർഷത്തിന് ശേഷം നഗരസഭയുടെ ഭരണം BJP പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇവിടേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. 45 ദിവസത്തിനകം BJP ഭരണം പിടിച്ചാൽ പ്രധാനമന്ത്രി എത്തിക്കുമെന്ന പ്രഖ്യാപനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാകുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ റെയിൽവേ വികസന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് അമൃത് ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് അപ്പുറത്തേക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഏത് സ്വപ്ന പദ്ധതികൾ ആ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനം കൊല്ലം പിന്നിട്ടിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കകം തിരുവനന്തപുരത്തേക്ക് എത്തും. കൊല്ലത്തിന് മീതെ പ്രധാനമന്ത്രിയുടെ വിമാനം പറക്കുകയാണ്. അത് അല്പമിനിറ്റുകൾക്കകം തിരുവനന്തപുരത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായിരിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, മേയർ VV രാജേഷ് ഈ ടെക്നിക്കൽ ഏരിയയിലില്ല. സാധാരണയായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എത്തുന്ന പ്രോട്ടോകോൾ പ്രകാരമുള്ള വ്യക്തികളുടെ പട്ടികയിൽ മേയർ ഉൾപ്പെടാറുണ്ട്. പക്ഷേ അവിടെ മേയർ കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണ് പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി BJPക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന ഒരു മേയർ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് ഇവിടെ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം എത്താനുള്ള ഒരു സമയപരിമിതി അടക്കം ചൂണ്ടിക്കാണിച്ചാണ് മേയർ ഈ പട്ടികയിൽ ഉൾപ്പെടാതിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും മേയർ VV രാജേഷ് ഒഴികെയുള്ള രാഷ്ട്രീയ പ്രമുഖർ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരൊക്കെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രിയുടെ വിമാനം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ അല്പസമയത്തിനകം പറന്നിറങ്ങും. യെസ്, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ടെക്നിക്കൽ ഏരിയയിൽ, തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപമുള്ള ടെക്നിക്കൽ ഏരിയയിൽ പറന്നിറങ്ങുന്നു. ആകാശപാതയിൽ കൊല്ലം പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. അങ്ങനെയെങ്കിൽ മിനിറ്റുകൾ മാത്രം മതി ഇനി തിരുവനന്തപുരത്തേക്ക് എത്താൻ. അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ അതിവേഗ റെയിൽപാത അടക്കമുള്ള പദ്ധതികൾ
പ്രഖ്യാപിച്ചേക്കാം എന്ന സാധ്യതകളുണ്ട്. തിരുവനന്തപുരം മെട്രോ പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിക്കും എന്ന സൂചനകളുണ്ട്. വികസന രേഖ പ്രധാനമന്ത്രിക്ക് കൈമാറും എന്ന വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. എന്നാൽ അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും തലസ്ഥാന നഗരത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് പ്രതിവാര ട്രെയിൻ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് ഉൾപ്പെടെയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ, താമ്പരം, ചെല്ലാപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള അമൃത് ഭാരത് സർവീസുകൾ ആണ് പ്രധാനപ്പെട്ടവ. അതോടൊപ്പം തന്നെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വഴി മംഗളൂരു ജംഗ്ഷനിലേക്കുള്ള അമൃത് ഭാരത് സർവീസുകളും വരുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രധാന വേദിയിൽ ആണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. രാഷ്ട്രീയ പരാമർശങ്ങൾ ഉൾപ്പെടെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കുകയില്ല. ഇന്നൊവേഷൻ, ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിൻ്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടക്കുന്നുണ്ട്. 250 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തറക്കല്ലിടാൻ പോകുന്നത്. PM സ്വനിധി പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള വായ്പ, ക്രെഡിറ്റ് കാർഡ് വിതരണ ഉദ്ഘാടനം എന്നിവയും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നിർവഹിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം പദ്ധതികളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ തറക്കല്ലിടിയിൽ പോലെയുള്ള ചടങ്ങുകളും ഇന്ന് നടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തും. അവിടെ ഔദ്യോഗികമായ സ്വീകരണം ആണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നീട് റോഡ് ഷോ ഉൾപ്പെടെയുള്ള റോഡ് ഷോയോട് കൂടിയാണ് പ്രധാനമന്ത്രി ഈ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രഖ്യാപനങ്ങൾക്കും എല്ലാവരും കാതോർക്കുകയാണ്. ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നന്ദി മോദി എന്ന തരത്തിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പ്ലക്കാർഡുകൾ അടക്കമാണ് BJP പ്രവർത്തകർ ഉയർത്തിപ്പിടിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം കൂടിയാണ് BJP നരേന്ദ്രമോദിയുടെ ഈ വരവിൽ ഉയർത്തുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.